തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു നാടൻ ചിക്കൻ കറി ആയാലോ. സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. സവാള വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിന്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് പെരിഞ്ജീരകം, കുരുമുളകും കൂടി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ചിക്കൻ കൂടി മാരിനേറ്റ് ചെയ്ത് ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കറിവേപ്പില കൂടി ചേർത്ത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഒരുവിധം കുക്കായി കിട്ടുന്ന സമയത്ത് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. നല്ല നാടൻ ചിക്കൻ കറി റെഡി.